ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏപ്രിൽ മാസം മുതൽ അഭിവൃദ്ധിയുടെ കാലമാണ്. അതായത് 2.5 കൊല്ലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ കണ്ടകശനി അത് മാറിയിരിക്കുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. പലതരത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം. കണ്ടകശനി എന്ന് പറയുമ്പോൾ തന്നെ കാട് കയറുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞൊണ്ടി നടക്കും, തെണ്ടി നടക്കും, പഴികേക്കും. അതായത് പണത്തിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് രോഗങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ ഒക്കെ വന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിലാൽ എങ്കിലും ദുരിതപ്പെടാത്തവർ ഈ നക്ഷത്രക്കാർ ദീർഘകാലമായിട്ട്, അതായത് 2.5 കൊല്ലമായിട്ട് ആരും തന്നെ ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശനിയുടെ ദോഷം മാറുകയാണ്. ദൈവാധീനം ഉണ്ട് താനും. ഭാഗ്യം ഉള്ള സമയവുമാണ്. ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം അതിന്റെ ഇഷ്ടഭാവത്തിലെ സ്ഥിതി കൊണ്ടും ഒക്കെ കുറെയൊക്കെ അനുഭവങ്ങൾ, നല്ല നേട്ടങ്ങൾ തരുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. കൂടാതെ സർവേശ്വരകാരകനായിരിക്കുന്ന 5-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ബലവാനായിട്ട് വരുന്നു. തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനും ഒക്കെ പരിവർത്തന യോഗത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ആരോഗ്യപരമായ നല്ല മെച്ചങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ രോഗാദി ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു കരകയറുവാൻ യോഗമുണ്ട്. അത് സംശയമില്ല. കണ്ടകശനി കൊണ്ട് കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ഒക്കെ അസുഖങ്ങൾ വന്നിരുന്നവർ അതിനൊക്കെ ഇനി ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ആരോഗ്യം വന്നു ചേരുക. അതുപോലെ തന്നെ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ഉണ്ടായിട്ടുള്ളവർ ചെറിയ ഒരു സംസാര മധ്യേ ഒരു പിഴവ് സംഭവിച്ചു, ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെ ബന്ധുക്കൾ ഒക്കെ അല്ലെങ്കിൽ ജീവിത പങ്കാളി തന്നെ ആകട്ടെ ശത്രുക്കളായി പോയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഇനി അതിനെല്ലാം ഒരു മാറ്റം വരികയാണ്. മനസ്സിന്റെ അല്ലെങ്കിൽ അവരവരുടെ തന്നെ സത്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയും അതുവഴി സമൂഹത്തിലും കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തും ഒക്കെ ഒരു സ്ഥാനമാനങ്ങളോ ഒരു പരിഗണനയൊക്കെ കിട്ടുന്ന സമയം, തൊഴിൽ രംഗത്ത് ഒരു പ്രൊമോഷൻ കിട്ടുക, ദീർഘനാളുകളായിട്ട് കഷ്ടപ്പാട് മാത്രം, അതിനനുസരിച്ചുള്ള ഒരു വേതനം പോലും കിട്ടാതെ വിഷമിച്ച് കിടന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് ഒരു പ്രൊമോഷനുകളൊക്കെ കിട്ടുകയോ പുരോഗതികളൊക്കെ വന്നു ചേരുകയോ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ എത്ര കൊടുത്താലും തീരുകയില്ലാത്ത കടങ്ങൾ, ചെറിയ കടമായിട്ട് ഒക്കെ ഉള്ളായിരുന്നു, പക്ഷേ കൊടുത്തിട്ടും കടം വർദ്ധിച്ചതല്ലാതെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ കടമൊക്കെ തീരുന്നതിനുമൊക്കെയുള്ള സമയമാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും അനുകൂലമാണ്, പുരുഷന്മാർക്കായാലും അനുകൂലമാണ്. ഭാഗ്യദേവത ഉള്ള അനുഗ്രഹമുള്ള ഒരു മാസമാണ്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമാണ്. ഏപ്രിൽ മാസത്തിൽ കാര്യം സാധിക്കും, വിദേശത്ത് പോകും, അതിന് പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനൊക്കെ യോഗമുള്ള ഒരു മാസം. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് അധികാരം വന്നു ചേരുന്നതിന് യോഗം. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരായാലും ഒരു പുരോഗതിയൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും അത് പരിവർത്തന യോഗം. വ്യാഴവും ശുക്രനും തമ്മിൽ പരിവർത്തനത്തിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട്
കലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അത് വിനിയോഗിക്കുക വഴി സാമ്പത്തിക നേട്ടങ്ങളും പ്രമോഷനുകളും മറ്റ് അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേർന്ന് പ്രസിദ്ധി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട് ഏപ്രിൽ മാസത്തിൽ. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്തിരിക്കുന്നവർക്കായാലും വിജയങ്ങൾ വന്നു ചേരും. IT മേഖലകളിൽ ഉള്ളവർക്കും വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് തൊഴിൽ സ്ഥാനത്തേക്ക് ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ തൊഴിൽ രംഗത്ത് അതീവ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് അലസത പാടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെയാണ്. അലസത വന്നാൽ തൊഴിൽ നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട്. തൊഴിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യങ്ങൾ പോലും സാമ്പത്തികമായാലും നിയമപരമായ പ്രശ്നങ്ങളായാലും സുഹൃത്തുക്കളെയോ മറ്റുള്ളവരെയോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് വലിയ ഒരു തിരിച്ചടിയാകും എന്നുള്ള ഒരു സൂചന കൂടി തരുന്നു. പിന്നീട് അതൊരു നിയമപ്രശ്നത്തിലേക്കോ ഒക്കെ പോയി കേസൊക്കെ ആകാൻ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ്. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി കിട്ടുന്നതിനൊക്കെ ഈ മാസം ഭാഗ്യവും ദൈവാധീനമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകുന്നു. എല്ലാവർക്കും സന്തോഷകരവും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസ.